എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 3 ഡിസംബർ ചൊവ്വാഴ്ചയാണ്. മാർക്കറ്റ് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് കാണിക്കുന്നത്. ഒരു 100 പോയിന്റ് അടുത്ത് ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിഫ്റ്റി 2 സെഷനുകൾ ഇതുവരെ ഗെയിൻ ആയിരുന്നു. അത് നമുക്ക് ഇന്നത്തെ സെഷനിലും തുടരുമെന്ന് പ്രതീക്ഷിക്കാം. നിഫ്റ്റി 144.95 പോയിന്റ് ഉയർന്ന് 24,276 ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ഓപ്പണിംഗ് 24,350 to 24,400 റേഞ്ചിലാണ് കാണിക്കുന്നത്. സെൻസെക്സ് 445.29 പോയിന്റ് ഉയർന്ന് 80,248 ഇന്നലെ ക്ലോസ് ചെയ്തത്. ഓവർസീസ് ഇൻവെസ്റ്റേഴ്സ് നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നെങ്കിലും വളരെ ചെറിയ സംഖ്യ മാത്രമേ അവർ സെല്ല് ചെയ്തിട്ടുള്ളൂ. 238.3 കോടിക്കാണ് അവർ സെല്ല് ചെയ്തിരിക്കുന്നത്. അതേസമയം DIAs 3,558.7 കോടിക്ക് ബൈ ചെയ്തതായിട്ടും കാണാൻ സാധിക്കും. ഏഷ്യ പസഫിക് മാർക്കറ്റ്സും ഗെയിനിലായിരുന്നു ചൊവ്വാഴ്ച. നാസ്ഡാക്ക് കോമ്പോസിറ്റും S&P 500 പുതിയ ഹൈകളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിൻ്റെ സ്പീച്ച് ഉടനെ തന്നെ വരുന്നുണ്ട്. അവരുടെ മീറ്റിങ്ങും ഉടനെ തന്നെ വരാനുണ്ട്. ബ്രന്റ് ക്രൂഡ് ഫ്ലാറ്റ് ആയിരുന്നു, 71.83 ബാരൽ. ഗോൾഡ് ഫ്യൂച്ചേഴ്സ് അതേസമയം $2,664.7 പെർ ഔൺസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി വീക്കായിരുന്നു. ബ്രിക്സ് കൺട്രീസിനെതിരെയുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ത്രെറ്റ് കാരണം ഇന്ത്യൻ റുപ്പി ഒരൽപ്പം വീക്കായിട്ടുണ്ട്. ഇന്ത്യൻ റുപ്പി ഒരു 21 പൈസ താഴ്ന്ന് 84.7 രൂപ പെർ ഡോളറായി മാറിയിട്ടുണ്ട്. ഇന്ന് വിപ്രോയുടെ ബോണസ് ഡേറ്റ് ആണ്. ബോണസ് എക്സ് അല്ലെങ്കിൽ റെക്കോർഡ് ഡേറ്റ് ആണ്. 1:1 റേഷ്യോയിലാണ് വിപ്രോയ്ക്ക് ബോണസ് വരുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ബജാജ് ഫിൻസർവ് DBS ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോ ബ്രാൻഡഡ് പാർട്ട്ണർഷിപ്പ് ഒഴിവാക്കിയിരിക്കുകയാണ്. മാസഗോൺ ഷിപ്പ് ബിൽഡേഴ്സ് അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റിനുള്ള ഷെയർ ഹോൾഡർ എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ് ആയിട്ട് December 27 തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് റെക്കോർഡ് ഡേറ്റ് ആണ്. ഒരു ഷെയർ 2 മാറുന്ന രീതിയിലാണ് സ്പ്ലിറ്റ് ഉണ്ടാവുക. അടുത്ത സോളാർ ഇൻഡസ്ട്രീസ് ആണ്. സോളാർ ഇൻഡസ്ട്രീസിന് 2,039 കോടിയുടെ എക്സ്പോർട്ട് ഓർഡേഴ്സ് ലഭിച്ചിട്ടുണ്ട്. 4 വർഷത്തെ പീരീഡിൽ ചെയ്യാനുള്ള ഒരു ഓർഡറാണിത്. പ്രധാനമായും ഡിഫൻസ് പ്രൊഡക്റ്റുകളാണ് ഇതിലൂടെ ഈ കമ്പനിക്ക് ഓർഡർ ലഭിച്ചിരിക്കുന്നത്. അടുത്ത പ്രോട്ടീൻ ഗവേണൻസ് ടെക്നോളജീസ് ആണ്. അതിന് 161 കോടിയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യുലറൈസേഷൻ അസറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇതിൽ നിന്നാണ് ഈ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. അടുത്ത KPI ഗ്രീൻ എനർജിയാണ്. ഇവർക്ക് ഏറ്റവും വലിയ ഓർഡർ ലഭിച്ചിരിക്കുകയാണ്. 3000 MWAC ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ PV പ്ലാന്റ് 5 വർഷത്തെ മെയിൻ്റനൻസ് അടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. കോൾ ഇന്ത്യയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ഈ കോൺട്രാക്ട് പ്രൈസ് 1,311 കോടിയുടേതാണ്. ഇത് ഈ കമ്പനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓർഡറാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പോസിറ്റിവിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത കോൽ ഇന്ത്യയാണ്. കോൽ ഇന്ത്യ ഒരു മെമ്മർ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. അവരൊരു കോൾ ടു സിന്തറ്റിക് നാച്ചുറൽ ഗ്യാസ് പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുകയാണ്. സർഫേസ് കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന മെത്തേഡിലൂടെയാണ് അവർ ഈ സിന്തറ്റിക് നാച്ചുറൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. അടുത്തത് IPO ഓഫറിംഗ് നോക്കുമ്പോൾ സുരക്ഷ ഡയഗ്നോസ്റ്റിക്സ് വളരെ വീക്ക് സബ്സ്ക്രിപ്ഷനോടുകൂടി 2ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 0.25 ടൈംസ്, അതായത് 25% മാത്രമാണ് സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. മാർക്കറ്റിൽ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. അടുത്ത ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോക്കുമ്പോൾ നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സ് 0.51% ഉയർന്ന് 24,429 153 പോയിന്റ് പ്രീമിയത്തിലാണുള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് 3.7% അപ്പാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 25,000 പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 23,000 കാണാം. നിഫ്റ്റി 50യുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ വരുന്ന 24,000 അതേസമയം കീ റെസിസ്റ്റൻസ് ലെവൽ 24,350 to 24,360 നിഫ്റ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ കാഴ്ചവെച്ച പോസിറ്റിവിറ്റി ഇനിയും കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെ FII സെല്ലിംഗ് ഉണ്ടായിരുന്നെങ്കിലും അത് വളരെ കുറവായിരുന്നു. 3 ഡിജിറ്റുള്ള FII സെല്ലിംഗ് നമുക്ക് വളരെ നെഗറ്റീവായിട്ട് എടുക്കേണ്ടതായിട്ടില്ല. നമുക്ക് FIIs വീണ്ടും പോസിറ്റീവിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.